അങ്ങനെ കൊട്ടിക്കലാശത്തിൻ്റെ സമയത്തോട് അടുത്തടുത്തു വരുന്നു കാര്യങ്ങൾ. എല്ലാ മുന്നണികളും തിരക്കിലാണ്, ആവേശത്തിലാണ്, അവസാനവട്ട നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. നമുക്ക് തിരുവനന്തപുരത്ത് MS വീണയുണ്ട്. MS വീണ, തിരുവനന്തപുരം ഏറ്റവും ശ്രദ്ധേയമായൊരു കേന്ദ്രമായി മാറുകയാണ്. BJP ഏറ്റവും ആത്മവിശ്വാസം വയ്ക്കുന്ന ഒരിടമായി തിരുവനന്തപുരം നഗരം മാറിക്കഴിഞ്ഞു. കാരണം കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ സീറ്റുകൾ പിടിച്ച് ഉറപ്പായും അധികാരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്താനാകുമെന്ന വലിയ ആത്മവിശ്വാസമാണല്ലോ NDAക്ക്. എന്താണ് തലസ്ഥാനത്ത് കാണാനാകുന്നത്? കൃഷ്ണരാജ്, അവസാന ദിവസം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസത്തെ പരസ്യ പ്രചാരണം വലിയ ആവേശത്തോടുകൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം ഭരിച്ചിരുന്ന അതായത് ഇടതുപക്ഷ സർക്കാരിനെതിരെ കടുത്ത തീരുമാനമെടുക്കുവാനും സമരങ്ങൾ നടത്തുവാനും പ്രതിപക്ഷത്തിരുന്ന BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം കൂടിയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പൊതുമധ്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശവും ചൂടും വാശിയും ഒക്കെ തന്നെയാണ് തിരുവനന്തപുരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും പ്രകടമാകുന്നത്. കൃഷ്ണരാജ്, എന്നോടൊപ്പം ഒരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്. പാളയത്തെ സ്ഥാനാർത്ഥിയാണ്, ഒരു VIP സ്ഥാനാർത്ഥി കൂടിയാണ്, ഇന്ത്യൻ കായിക താരമാണ്, അതുപോലെ തന്നെ അർജുന അവാർഡ് ജേതാവ് കൂടിയാണ്. അപ്പോൾ എങ്ങനെ പോകുന്നു പത്മിനി തോമസ്, ഇത് നമ്മുടെ ഒരു ആവേശകരമായിട്ടുള്ള പ്രചരണമൊക്കെ? ആവേശകരമായിട്ട് തന്നെ നല്ല പ്രചരണത്തിലാണ്. എല്ലാ വീടുകളിലും ഏകദേശം 3 പ്രാവശ്യം കയറിയിട്ടുണ്ട്. എല്ലാവരെയും പരിചയപ്പെട്ടു. ഓരോ കുടുംബങ്ങളിലും ഉള്ള പ്രശ്നങ്ങളെ പറ്റി പഠിച്ചു. ഒരു നല്ലൊരു അപ്രോച്ചാണ് എനിക്ക് എല്ലാ കുടുംബങ്ങളിൽ നിന്നും കിട്ടുന്നത്. ആദ്യമായിട്ട് തന്നെ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ അറിയുമെന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമാണ്. പിന്നെ പറയും മാറ്റങ്ങൾ വേണം, ഇവിടെ മാറ്റം ഉണ്ടാകണം, നമ്മുടെ നഗരം നന്നായിരിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ഇത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതാ പാളയം മാർക്കറ്റാണ് ഇത്. പാളയം മാർക്കറ്റെല്ലാം പൊളിച്ചിട്ടേക്കുവാണ്. ഇങ്ങനെയൊരു മാർക്കറ്റ് പൊളിച്ചിടുമ്പോഴത്തേക്ക് അവിടെ ജോലി ചെയ്തിരിക്കുന്ന ഒരുപാട് ലേഡീസും ജെൻസും ഒക്കെ ഉണ്ട്. അവർ ഈ ചെറിയ പച്ചക്കറിയും കപ്പയൊക്കെ കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പോയപ്പോൾ അവർ പറഞ്ഞു, കണ്ടോ ഞങ്ങളുടെ കഷ്ടത കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു ബാക്കിൽ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ 4ാം നിലയിലൊക്കെ 85-90 വയസ്സായിട്ട് ഈ ഇതിന് വരുന്നവർ എങ്ങനെ കയറി മുകളിൽ പോകും? അപ്പം നമുക്കൊരു കാര്യം പൊളിച്ചിട്ട് കഴിഞ്ഞാൽ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അത് ശരിയാക്കണം. ഇനി ഇതെന്ന് ശരിയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിയാകട്ടെ എന്ന് തന്നെ. അത് BJP വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് ആധുനികവൽക്കരിക്കും. നമുക്ക് മാറാത്തത് മാറും. പല പ്രശ്നങ്ങളുമുള്ള ഒരു വാർഡാണ് പാളയം വാർഡ്. പാളയം വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ 6000-ഓളം വോട്ടേഴ്സുണ്ട്, 2000-ഓളം കുടുംബാംഗങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള ക്ഷാമമാണ്. കുടിവെള്ളം കിട്ടാനില്ല. ചില വാർഡുകളിൽ, ചില സ്ഥലങ്ങളിൽ കുടിവെള്ളം കിട്ടും, ചിലയിടത്ത് ഒട്ടുമില്ല. രാവിലെ ഒരു 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ 6:30 തീരും, പിന്നെ രാത്രിയിലാണ്. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഓരോരുത്തരും പറയുന്നതും കൂടെ കേട്ടിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനം അതെന്ന് പറയുന്നത് ഇല്ല. അതില്ലാത്തത് കൊണ്ടാണ് ഇവിടെ നായ്ക്കൾ പെരുകുന്നതും മ്യൂസിയത്തിൽ നടക്കാൻ വരുന്ന ആൾക്കാരെ വരെ നായി കടിച്ചേക്കുവാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ഇതിൽ കിട്ടുന്നില്ല, വരുന്നില്ല. അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്റ്റെറിലൈസേഷനും അവർക്ക് ഷെൽട്ടറും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഓടകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് കാലമായി. ഓടകൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ നമുക്ക് അറിയാമല്ലോ, തമ്പാനൂരൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള രീതിയിലാണ് വെള്ളം കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ വീടൊക്കെ കയറിയപ്പം ഒരുപാട് കുടുംബങ്ങളിലും വാർദ്ധക്യമുള്ള ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. കാര്യം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മളെപ്പോഴും നോക്കി വെക്കണം. അവർക്കുള്ള ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് നമ്മുടെ ഈ വാർഡിൽ ഒരു സഹോദരിയായിട്ട്, എല്ലാവരുടെയും ഒരു സഹോദരിയായിട്ട്, ഒരു അമ്മയായിട്ട് കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. ഇത്തരത്തിൽ പലതരത്തിലുള്ള പദ്ധതികളും അതുപോലെ തന്നെ വികസന പദ്ധതികളും ഒക്കെയാണ് പത്മിനി തോമസിൻ്റെ മനസ്സിലുള്ളത്. കൃഷ്ണരാജ്, ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് A ക്ലാസ് മണ്ഡലമാണ് തിരുവനന്തപുരത്തെ പാളയം എന്നുള്ളത്. ഈ ഒരു വാർഡിൽ, പാളയം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജനകീയ പദ്ധതികൾ കൂടി എത്തേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. കൃത്യമായി അവസാനവട്ടവും വോട്ടർമാരെ അവസാനവട്ടം ഒരു നോക്ക് കൂടി കണ്ട് അവരോട് കാര്യങ്ങൾ പറയുകയും നമ്മുടെ ചിഹ്നം അവരുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുന്ന അവസാനവട്ട പ്രചാരണത്തിലൊക്കെയാണ് ഇനി കലാശ
വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലും ആ തിരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും ആവേശവും ഒക്കെ നമുക്ക് അവസാന മണിക്കൂറുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ്, അതായത് വികസിത അനന്തപുരി, മാറാത്തത് മാറും എന്ന BJPയുടെ സന്ദേശം തന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും. അതുപോലെ തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ കൂടി ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജനക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ നഗരസഭ ഇടതു ഭരിച്ചിരുന്ന നഗരസഭയിൽ ഉണ്ടായിരുന്ന പല ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല, പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ BJP പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി പൊതുജനങ്ങളിൽ എത്തിക്കുവാൻ തന്നെയുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് എല്ലാ വാർഡുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കൃഷ്ണരാജ്. MS വീണയാണ് വിവരം നൽകിയത്. പാളയം വാർഡിൽ മത്സരിക്കുന്ന പത്മിനി തോമസ് ആണ് ഒപ്പം ചേർന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. പ്രതിപക്ഷത്തിൽ നിന്ന് ഭരണപക്ഷത്തേക്ക് എത്തുക എന്ന തരത്തിൽ കൃത്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വികസനം എന്ന ഒറ്റ മുദ്രാവാക്യം മുന്നിൽ പിടിച്ച് അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളും സജീവമായി അവിടെ രംഗത്തുണ്ട്.